ഹലോ വാട്സപ്പ് യൂട്യൂബ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ യാത്ര പോവുകയാണ് ഗൈസ്. നമ്മളിന്നും പോകുന്നത് പാലക്കാടാണ്. ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിലാണ്. നമ്മുടെ സ്ഥിരം സ്ഥലത്താണ്. ഞാനിന്ന് പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് എന്തിനു പോകുന്നതെന്ന് ചോദിച്ചാൽ സൈലൻറ്റ് വാലിയിലേക്കാണ് ഗൈസ് ഇന്ന് എൻ്റെ യാത്ര. സൈലൻറ്റ് വാലിയിലേക്കാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിക്കുന്നതാണ് ഗൈസ്. നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വളരെ തിരക്കിട്ട് ഇരിക്കുകയാണ് ഗൈസ്. കണ്ടു, നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് വലിയ മഴയില്ല ഗൈസ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. രാവിലെ നല്ല മഴയായിരുന്നു, അപ്പോൾ വലിയ മഴയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകൾ വഴിയെ കാണാം ഗൈസ്. നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദീർഘദൂര സർവീസുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് എന്തോ ഒരു പന്തികേടുണ്ട്. ലെൻസ് മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ദീർഘദൂര സർവീസുകളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പാലക്കാട് തിരുവനന്തപുരം പാലക്കാട് മിന്നൽ സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ബസ്സാണെന്ന് തോന്നുന്നു ഗൈസ്. കിടക്കുന്നത് മിന്നൽ സൂപ്പർ ഡീലക്സ് മിന്നൽ ബസ് കിടപ്പുണ്ട്. അത് പാലക്കാട് ബസ്സാണോ എന്നൊരു ഡൗട്ടുണ്ട്. കണ്ടക്ടറിനെ കണ്ടാൽ എനിക്കറിയാം. അല്ല, ഇത് മാനന്തവാടി തിരുവനന്തപുരം മിന്നൽ ബസ്സാണ്. നമ്മളെ മിന്നൽ ബസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് തിരുവനന്തപുരം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് കണ്ടേക്കുക. ആ ഒരു മിന്നൽ ബസ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങളത് കണ്ടേ പറ്റുള്ളൂ. അത്ര മനോഹരമായ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് 1250 രൂപയ്ക്ക് KSRTC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉല്ലാസയാത്രയാണ് സൈലൻറ്റ് വാലിയിലേക്ക്. നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പ് പോലെ തന്നെയുള്ള ട്രിപ്പ് തന്നെയാണത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പുറകെ ഉണ്ടാകും ഗൈസ്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമുക്ക് പോകാനുള്ള ബസ് കിടപ്പുണ്ട്. പാലക്കാട് മിന്നൽ ബസ്സാണ്. ഇതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൂപ്പർ ഡീലക്സ് ബസ്സാണ്. ഈ സമയത്ത് ഇപ്പം സമയം 9 മണിയാവാറായി ഗൈസ്. ഇപ്പം നമുക്ക് മാനന്തവാടിയിലോട്ടും കണ്ണൂരിലോട്ടൊക്കെ ബസ്സസ് അവൈലബിൾ ആണ്. ഗൈസ്, കൃത്യം 9:30 തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൂടുതൽ വിവരിക്കുന്നില്ല ഗൈസ് ഇതിനെ പറ്റിയുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ബസ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇപ്പം 4:30 മണിയായി ഗൈസ്. 4 മണിക്ക് എത്തേണ്ടിരുന്ന ബസ്സായിരുന്നു മിന്നൽ ബസ്. അരമണിക്കൂർ ലേറ്റായി. മഴ ആയതുകൊണ്ടായിരിക്കും. പിന്നെ വലുതായിട്ട് ഉറക്കമൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പം പാലക്കാട് ബസ് സ്റ്റാൻഡിൽ സമീപം നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫ്രഷ് ആവാനായിട്ടൊരു ചെറിയൊരു റൂം എടുക്കണം. റൂമെടുത്ത് നമുക്ക് ബാഗൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് 6 മണിക്ക് കൃത്യം 6 മണിക്കാണ് നമുക്ക് ഈ ഉല്ലാസയാത്രയുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഏതെങ്കിലും റൂം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് റൂം. ഈ റൂമിന് എനിക്കായത് 896 രൂപയാണ് എനിക്കായത്. അത്യാവശ്യം കുഴപ്പമില്ല. റൂം അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും ചെറിയ ബാത്റൂമാണ്. പാലക്കാട് വന്ന് എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് റൂം എടുത്തതിൽ. പക്ഷേ ബാത്റൂമൊന്നും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം
ഉപയോഗിക്കാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ റൂം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കോമൺ സൗകര്യം തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. കാരണം ഇത്രയും ഒരു കുറച്ച് സമയത്തേക്കല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള സൗകര്യത്തിന് ഭയങ്കര സൗകര്യക്കുറവാണ് ഗൈസ്. കാരണം ഒരു വൃത്തിയോ അങ്ങനെയൊന്നുമില്ല. കംഫർട്ട് സ്റ്റേഷനൊന്നും ഒരു വൃത്തിയിൽ നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റൂംസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ. ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അവർക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്തത്. പിന്നെ PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കൊരു 2.5-3 കിലോമീറ്റർ അടുപ്പിച്ചോളം ഉണ്ട് PWD റെസ്റ്റ് ഹൗസ് ഇവിടെ നിന്ന്. അപ്പം അത് പോയിട്ട് ഇപ്പോൾ രാവിലെ മിന്നലിലാണ് ഞാൻ വന്നത്. അപ്പോൾ ബാക്കിയുള്ള KSRTC ബസ്സൊക്കെ നമുക്കറിയില്ല സമയം എങ്ങനെയാണ്. കാരണം ഡിലേ വരും. കാരണം അതിന് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും സ്റ്റോപ്പുണ്ട്, അതിനനുസരിച്ചുള്ള വേഗത പരിമിതികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടാണ് മിന്നൽ തന്നെ ചൂസ് ചെയ്തത്. കാരണം അതാകുമ്പോൾ സമയത്തിന് അത്ര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. അപ്പോൾ രാവിലെ 4 മണിക്ക് എത്തേണ്ട ബസ്സിൽ നിന്ന് 4:30-ക്കാണ് എത്തിയത്. അപ്പം ഒരു അരമണിക്കൂർ ലേറ്റ് മഴയായതുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടൂറൊക്കെ രാവിലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി പോകാനായിട്ട് ഇങ്ങനെയുള്ള റൂമുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 100 മീറ്ററിനകത്ത് തന്നെ ഉള്ള റൂമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ റൂമാണ് എടുത്തത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം നമുക്കിനി പാലക്കാട് സൈലൻറ്റ് വാലിയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. വളരെ നല്ല മനോഹരമായ വ്യൂ ആണെന്നാണ് പറയുന്നത്. നല്ല ക്ലൈമറ്റാണ്, മഴയാണ്, പിന്നെ രാവിലെയാണ് പോകുന്നത്. ഫുഡ് എല്ലാം ഈ പാക്കേജ് തന്നെ ഉൾപ്പെടും. 1250 രൂപയാണ്. 400 രൂപ KSRTC ചാർജും ബാക്കി ഫുഡും കാര്യങ്ങളും. പിന്നെ അവിടെ ചെന്നിട്ട് സൈലൻറ്റ് വാലിയിൽ ജീപ്പ് സഫാരി അവിടുത്തെ വാനിലും ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് ബാക്കി വരുന്നത്. അപ്പം നമുക്ക് സൈലൻറ്റ് വാലിയിലെ കാഴ്ചകളായിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ രാവിലത്തെ ഭംഗി ഇതിലാണ്. ഹോട്ടൽ പ്ലാസയിലാണ് അല്ല നോബൽ പ്ലാസയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. 896 രൂപ ആയത്. മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാലക്കാട് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. രാവിലെ മഴയുണ്ട്. രാവിലെ തന്നെ പാലക്കാട് ബസ് സ്റ്റോപ്പ് പാലക്കാട് ഉണർന്നിരിക്കുകയാണ് ഗൈസ്. സൂക്ഷിച്ച് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ബസ് അവൈലബിൾ ആണ്. പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്. നമ്മുടെ പട്ടാമ്പിയിലോട്ടും പിന്നെ അട്ടപ്പാടിയിലോട്ടും ഒക്കെ പ്രൈവറ്റ് ബസ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് പോകേണ്ട ബസ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ദീർഘദൂര സർവീസ് ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നുണ്ട്. ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റും എല്ലാം ഉണ്ട്. ഓക്കെ, കിടപ്പുണ്ട്. നമ്മൾ ഉല്ലാസയാത്ര സൈലൻറ്റ് വാലിയിലേക്ക് പോകാനുള്ള ഉല്ലാസയാത്ര ബസ് കിടപ്പുണ്ട്. എല്ലാം അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുന്നവരായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പാലക്കാട് ഡിപ്പോയിലാണ്. ഗൈസ്, നമ്മുടെ ബസ് കൃത്യം 6 മണിക്ക് തന്നെയാണ് പാലക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-58 കിലോമീറ്ററോളം ഉണ്ട് സൈലൻറ്റ് വാലിയിലോട്ട്. 50-58 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂറോളം ഒരു 10-30-35 കിലോമീറ്ററോളം നമ്മുടെ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഒരു 20-24 കിലോമീറ്ററോളം നമ്മൾ ഉൾക്കാട്ടിലോട്ട് ജീപ്പിലോ വാനിലോ ആണ് പോവേണ്ടത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമുക്ക് അവിടെ എത്തിയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം നമ്മുടെ കണ്ടക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് കാഴ്ചകൾ കണ്ട് പോകാം ഗൈസ്. വളരെ മനോഹരമായ വ്യൂ ആണ് ഫ്രണ്ടിലുള്ളതാണ് നമ്മുടെ കണ്ടക്ടർ മാഡം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.
സ്വാഗതം. ഞാൻ കണ്ടക്ടർ സുമതി. സാരഥി അബ്ദുൾ റഹ്മാൻ. 2 മിനിറ്റ് വൈകിപ്പോയി. എന്റെ ബസ് മിസ്സായി പോയി. എല്ലാവരും സാറല്ലേ? നമ്മുടെ സൈലന്റ് വാലിനെ കുറിച്ച് അറിയാലോ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പോകരുത്. കാട് കാണാനുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ഉള്ളൂ. ഈ പോണ വഴിക്കൊന്നും നമുക്ക് വേറെ ഒന്നും കാണാനൊന്നുമില്ല. കാടിന്റെ മനോഹാരിത ആസ്വദിക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം. മഴ ആയതുകൊണ്ട് അട്ടപ്പാടിയാണ്. അട്ടകളുടെ വാസസ്ഥലമാണ് അട്ടപ്പാടി. ഒന്ന് ശ്രദ്ധിക്കണേ. കാര്യം ഇറങ്ങുമ്പോൾ നോക്കുക. സാനിറ്റൈസർ എടുത്തിട്ടില്ലേ? നമുക്ക് 4 പേരും കൂടി ഇതിന്റെ വഴിയിൽ കയറും. അവര് നമുക്ക് അടിച്ചു പൊളിച്ച് പോകാം. നമ്മുടെ പലഭാഗത്തുള്ള ആൾക്കാരാണ്. എല്ലാവരും ഇനി ഇന്നൊരു വീട്ടുകാരാണ് വൈകുന്നേരം പരിചയപ്പെടാം. 6 മണി to 6 മണി നമ്മുടെ ടൈമ്. സൈലന്റ് കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമും കൂടി സന്ദർശിക്കും. പ്രഭാത ഭക്ഷണം നമുക്ക് മുൻകാരിയാണ്. ഒന്ന് ഭക്ഷണം കഴിച്ചാണ് നമ്മൾ സൈലന്റ് വാലിക്ക് നോക്കുക. ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ്. മുൻകാരി കഴിഞ്ഞാണ് നമ്മുടെ പേര് ചെമ്മീന. ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ് നമ്മൾ മുക്കാലി വരെ നമ്മൾ KSRTCയിലാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നുള്ള ജീപ്പിലാണ് ഫോറസ്റ്റിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വിക്ടോറിയ കോളേജാണ്, ഗവൺമെൻറ് വിക്ടോറിയ കോളേജാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണത്, പാലക്കാട്. ഇവിടുന്ന് 2 മണിക്കൂറോളം ഉണ്ട് മുക്കാലി. അവിടെ നിന്ന് പിന്നെ 25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോൾ മുക്കാലി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ജീപ്പ് സെറ്റായി ബസ്സിലുള്ളവർ ഓണായിരിക്കുകയാണ്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ സൈലന്റ് വാലി, നമ്മുടെ കുന്തിപ്പുഴയുടെ ഒറിജിൻ സൈലന്റ് വാലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെയുള്ള ട്രിപ്പുകൾ വരുമ്പോൾ സൈലന്റ് വാലിയിലോട്ട് വരുമ്പം സാനിറ്റൈസർ കരുതുക. അട്ടപ്പാടി അട്ടകളുടെ മേഖല എന്നാണ് നമ്മുടെ കണ്ടക്ടർ പറഞ്ഞത്. അപ്പോൾ സാനിറ്റൈസർ കരുതുക, ഇല്ലെങ്കിൽ അട്ട അടിച്ച് ഒരു വഴിയാവും. ഈ സ്ഥലത്തിന്റെ പേര് ധോണി എന്നാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് ധോണി. പാലക്കാടുള്ള ധോണി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അറിയാന്നുള്ളവരൊക്കെ കമന്റ് ചെയ്യാം. സൈലന്റ് വാലി എന്ന ഒരു വനപ്രദേശം കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ചിട്ട് ഫോറസ്റ്റിന്റെ നിബന്ധനകളൊക്കെ ഉള്ളത് കാരണം നമുക്ക് സ്വകാര്യമായിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ തന്നെ BTSന്റെ ഈ ഒരു യാത്ര നമുക്ക് നല്ലൊരു സൗകര്യം അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ യാത്ര നമുക്ക് എല്ലാവർക്കും കൂടി നല്ല ഉല്ലാസപ്രദമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളങ്ങനെ മണ്ണാർക്കാട് എത്തിയായിരുന്നു. മണ്ണാർക്കാട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്ററോളം തന്നെ ഉണ്ട്. മണ്ണാർക്കാട് നിന്ന് സൈലന്റ് വാലി പോകുന്ന കുറച്ച് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇത് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി മലനിരകളും ഒക്കെ കണ്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കാടിൻ്റെ ഭംഗി കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങോട്ടും പോകുമ്പോൾ. റോഡ് പണി ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുമായിരുന്നു. നമുക്ക് വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര പാടായിരുന്നു അതുവഴി. KSRTC ബസ് പോകുന്ന റൂട്ട്. പിന്നെ ചെക്ക് പോസ്റ്റ്, നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെൻസ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ആയിരിക്കും ഗൈസ് പോകുന്നത്. ഒരു വളരെ ഭംഗിയുള്ളൊരു റൂട്ട് തന്നെയാണത്.
ഗൈസ് മുകളിലോട്ട് പോകെ കാടിൻ്റെ ഭംഗി അത്രയും മനോഹരമായിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഫുള്ള് കോട കൊണ്ട് മൂടി എതിർദിശ വരുന്ന വണ്ടി പോലും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ ആയിരുന്നു കോട. ഇത് ഫോണിൽ എത്രത്തോളം വരുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം അതിന് ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടിയായിരുന്നു ഗൈസ് അവിടെ ഉണ്ടായിരുന്ന കോട. അത്രയും മനോഹരമായിരുന്നു ഗൈസ് ഇതുവഴിയുള്ള KSRTC യാത്ര. കടച്ചിലും പറഞ്ഞ നെല്ലിയാമ്പതിയിൽ കാണുന്ന മലനിരയില്ലേ, ആ മലനിരയും ഇപ്പൊ നമ്മൾ തൊട്ടിട്ടുള്ള ഭാഗമില്ലേ, ഈ മലനിരയും തമ്മിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണ് പാലക്കാട് ചുരം. ഘട്ടത്തിൽ വെസ്റ്റേൺ ഘട്ടിൽ ഈ 10-40 കിലോമീറ്റർ ഉള്ള ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് പാലക്കാട് ചുരം. അപ്പോൾ വയനാട് ചുരം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പാലക്കാട് ചുരം ആലോചിച്ച് സങ്കല്പിക്കാൻ പാടില്ല. 40 കിലോമീറ്ററുള്ള അതിന്റെ വടക്ക് ഭാഗത്തെ എൻഡിലാണ് നമ്മളിപ്പോൾ തൊട്ടിട്ടുള്ളത്. തെക്ക് ഭാഗത്തെ എൻഡാണ് നെല്ലിയാമ്പതി. ഓക്കെ, അതിന്റെ വീതി ആണ് നമ്മൾ നോക്കുമ്പോൾ. പാലക്കാട് നോക്കുമ്പോൾ മണ്ണാർക്കാട് മലനിരകൾ, അട്ടപ്പാടി മലനിരകൾ, മലമ്പുഴ മലനിരകൾ മറ്റും നമ്മൾ ടൗണിൽ നോക്കുമ്പോൾ കാണുന്നത് ആ മലയുടെ വീതിയാണ്. നീളമാണ് അങ്ങോട്ട് ഗുജറാത്ത് വരെ കിടക്കുന്നത്. പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന മലനിരകൾ ഈ പശ്ചിമഘട്ടത്തിന്റെ വീതിയാണ്. നീളം അങ്ങോട്ട് തിരുവനന്തപുരം വരെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, മുക്കാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബസ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിനി ജീപ്പിലോ വാനിലോ ഒക്കെ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിനി ജീപ്പിന് വാനിലൊക്കെ സൈലന്റ് വാലിക്ക് അകത്തോട്ട് പോകുന്നത്. ഗൈസ്, ഫുഡ് കഴിച്ചു ഗൈസ്. പുട്ടും കടലക്കറിയാണ് കഴിച്ചത്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല, നല്ല ഫുഡ്. പുട്ടും കടലക്കറി കഴിച്ചപ്പോൾ നല്ല തള്ളാനുള്ള എനർജി കിട്ടി. നല്ല ഫ്രഷ്. നമ്മളിപ്പോൾ പോകുന്നത് ഓൾറെഡി കണ്ടക്ടർ മാഡം ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പോയി എടുത്തായിരുന്നു. അപ്പം നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. വ്യൂ ഉണ്ടോ, എന്ത് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാവരും ഇവിടെയാണ് നമ്മൾ പോകുന്നിടത്താണ് ഫോറസ്റ്റ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് 2 മണി വരെ ഉള്ളൂ ഗൈസ്. 2 മണി വരെ ഉള്ളൂ. 2 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആൾക്കാരെ അനുവദിക്കുന്നതല്ല. പിന്നെ വണ്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കടകളൊക്കെ ഉണ്ട്. എന്താ കാര്യം അതുവഴി നമ്മൾ അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോകും. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതും. പിന്നെ ഇവിടെ നമുക്ക് ഓൺലൈനായിട്ടും നമുക്കിവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യും ഗൈസ്. നമുക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഈ സൈലന്റ് വാലി വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് സ്റ്റേ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൂടാതെ നമുക്കിപ്പം KSRTC പാക്കേജ് അല്ലാതെ സാധാരണ നമ്മൾ കാറെടുത്ത് വരുന്നവരാണ് ഈ ഗൈസ്, നിങ്ങൾ 2 മണിക്ക് മുമ്പ് വരാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. എന്നിട്ട് നമുക്ക് ജീപ്പ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് സാധാരണ നമുക്ക്
ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, 2 മണിക്ക് മുന്നേ തന്നെ അത് വരാൻ ശ്രമിക്കുക. കാരണം 2 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം ഗൈസ് നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു മഹേന്ദ്രയുടെ പഴയ കാറാണ് ഗൈസ് വരുന്നത്. എന്താ മഹേന്ദ്രയുടെ പഴയ കാർ മേജറാണ് ഗൈസ്. ബാക്കി 2 കാർ 2 മേജർ. ഒരു ജീപ്പിൽ 6 പേർക്ക് കയറാമെന്നാണ് പറയുന്നത്. വേറൊരു സാധനം കിടക്കുന്നുണ്ടോ? ഇതിനൊന്നും മോഡിഫിക്കേഷൻ ഇല്ലേ ഗൈസ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മഹീന്ദ്ര അവിടെ നല്ല അടിപൊളി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാറാണ് നമ്മൾ കണ്ടത്. മൈൻഡ് നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സ്പെൽബർഗ്. ഗൈസ്, ഇനി അങ്ങോട്ടുള്ള യാത്ര കാടിനെ അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. ഉൾക്കാട്ടിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത് ഗൈസ്. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കി കഴിഞ്ഞാൽ ഒരു സിനിമ പോലെ ആയിപ്പോകും ഗൈസ്. അപ്പം എനിക്ക് ഇതേപോലെ എല്ലാ വിഷ്വലും ഇടണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം ഗൈസ്. കാരണം ഒന്നും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വരുന്നതും നിങ്ങൾ കണ്ടതും. അപ്പം ചിലർ പറയുമായിരിക്കും ഇത്ര ലെങ്തി ബോറടിക്കത്തില്ല, എന്തിനാണ് ഇത്ര ലെങ്തായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. പക്ഷേ എന്നാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ കാഴ്ചകളും കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തോന്നത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ലെങ്ത് ആയാലും 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.